വായിക്കാം എഫേഷ്യൻസ് 5:22. ഞാൻ തന്നെ വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:22. അത് പറയുന്നു, ഫോർ വൈഫ്സ് ദിസ് മീൻസ് സബ്മിറ്റ് ടു യുവർ ഹസ്ബൻഡ്സ് ആസ് ടു ദ ലോർഡ്. വളരെ പ്ലെയിന്, വളരെ സിമ്പിളാ. ഭാര്യമാർക്കുള്ള ആദ്യത്തെ അല്ലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കീഴ്പ്പെടുക, സബ്മിറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയെന്നല്ല, ചില പ്രായമുള്ള ആന്റിമാർക്കും സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ അത് മാത്രം അവർ സമ്മതിക്കത്തില്ല. ബാക്കി എല്ലാ കാര്യവും എഗ്രി ചെയ്യും, ബാക്കി എല്ലാ സ്പിരിച്വൽ തിങ്സും എല്ലാം എഗ്രി ചെയ്യും. പക്ഷെ ഭർത്താക്കന്മാരോട് കീഴ്പ്പെടാൻ ദൈവത്തിന്റെ വചനമാണ്. ആ ഒരു ഫസ്റ്റ് നമ്മളെ ഏൽപ്പിച്ച ആദ്യത്തെ കർത്തവ്യം ആ സബ്മിറ്റ് ചെയ്യുവാൻ. നമ്മൾ ഉൽപ്പത്തിയിൽ വായിക്കുന്നു, ഈവിന് കിട്ടിയ ഒരു ശാപമാ ഭർത്താവിനെ ഭരിക്കാനുള്ള ഒരു ടെൻഡൻസി. പക്ഷേ കർത്താവിൽ കൂടെ നമുക്ക് അതിൽ നിന്നൊരു സ്വാതന്ത്ര്യമുണ്ട്, കർത്താവിൽ കൂടെ നമുക്ക് അതിൽ നിന്നൊരു രക്ഷയുണ്ട്. നമ്മുടെ ദൗത്യം ഈ പുതിയ നിയമത്തിൽ എന്തുവാ? ഭർത്താവിനെ കീഴ്പ്പെട്ട് സബ്മിറ്റ് ചെയ്ത് നിൽക്കുക. സോ ഇത് എന്തിന് സബ്മിറ്റ് ചെയ്യണം? പ്രത്യേകിച്ച് യുവതലമുറയുടെ ചോദ്യമാ, വൈ ഷുഡ് ഐ സബ്മിറ്റ്? നമ്മൾ ഫേസ്ബുക്കിൽ ഇപ്പോഴത്തെ ഒരു തലമുറയോട് സംസാരിച്ചാൽ ഈക്വലാ, അതിനാവശ്യമില്ല, അത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തിന് സബ്മിറ്റ് ചെയ്യണം? ഫസ്റ്റ്ലി അത് ദൈവത്തിന്റെ ഡിസൈൻ, ഇറ്റ്സ് ഗോഡ്സ് ഡിസൈൻ. ആമേൻ. ഈ മാരേജും ഈ ഓർഡറും ഇതൊന്നും നമ്മൾ മനുഷ്യരുണ്ടാക്കിയതല്ല. അതിന് വായിക്കാം, ഞാൻ വായിച്ചോളാം. ഉൽപ്പത്തി 1:18 കാണുന്നു, ഇത് ദൈവമാണ് ഇത് ഡിസൈൻ ചെയ്തത്. ആമേൻ. ഇത് ദൈവത്തിന്റെ ഓർഡർ, ഇതൊരു ഗോഡ്ലി ഡിസൈനാ. 2:18 പറയുന്നു, the Lord God said, it is not good for the man to be alone. I will make a helper who is just right for him. ആമേൻ. ഇത് ദൈവത്തിന്റെ ഡിസൈനാ. കർത്താവ് ദൈവം ആദമിനെ ഉണ്ടാക്കി. അതിനുശേഷം തനിക്കൊരു സഹായിയായി തന്നോട് കൂടെ ഇരിക്കുവാൻ ഈവിനെ ഉണ്ടാക്കി. ഇത് ആരും ഉണ്ടാക്കിയ നിയമമൊന്നുമല്ല, പാസ്റ്റർ ഉണ്ടാക്കിയ നിയമമല്ല, ഒരു പിതാക്കന്മാരുണ്ടാക്കിയ നിയമമല്ല. നിങ്ങൾ എതിർക്കുന്നത് ദൈവത്തോടാ. ദൈവത്തിന്റെ ഡിസൈൻ സബ്മിറ്റ് ടു യുവർ ഹസ്ബൻഡ്സ് എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ബൈബിളിന്റെ പുറത്തൊന്നും എങ്ങൊന്നും ഉണ്ടായ ഒരു സംവിധാനമല്ല, ഒരു സിസ്റ്റം അല്ല. ഇറ്റ് ഈസ് ഗോഡ്സ് ഡിസൈൻ. അത് നമ്മുടെ ഉള്ളിൽ വ്യക്തമായിട്ട് ആഴമായിട്ട് പതിയാണ്. എന്തിനു സബ്മിറ്റ് ചെയ്യണം? ബിക്കോസ് ഇറ്റ് ഈസ് ഗോഡ്സ് ഡിസൈൻ. ദൈവം മുന്നമേ ആദിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ, ആദിയിൽ ആദമിനെ സൃഷ്ടിച്ചു. അതിനുശേഷം ഹവ്വയെ ഉണ്ടാക്കുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞു, ഞാൻ ഒരു തക്ക തുണയെ ഉണ്ടാക്കുന്നു. ആമേൻ. സോ വൈ സബ്മിറ്റ്? ബിക്കോസ് ഇറ്റ് ഈസ് ഗോഡ്സ് ഡിസൈൻ. നമ്മൾ ഇതിനെ എതിർക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ ഡിസൈനെയാ എതിർക്കുന്നത്. ആമേൻ. സോ സെക്കൻഡ് തിങ്, ബിക്കോസ് ഇറ്റ് ഇസ് എ ഡിവോഷൻ ടു ദ ലോർഡ്. കർത്താവിനോടുള്ള പ്രിയമാ. ചില ആന്റിമാർക്ക് ഭയങ്കര ദൈവഭക്തിയാ, പ്രാർത്ഥനയ്ക്ക് പോവുകയും അവര് കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം പേഴ്സണലാ. അവര് പ്രാർത്ഥിക്കും, അവര് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ നിന്റെ ഡിവോഷൻ നിനക്ക് കർത്താവിനോടുണ്ടെങ്കിൽ കർത്താവ് പറയുന്ന അനുസരിക്കണ്ടായോ? ആമേൻ. ഹല്ലേലൂയ. കർത്താവിനോടുള്ള ഡിവോഷൻ ഈ രീതിയിലാ കാണിക്കണ്ടേ, കർത്താവ് പറയുന്ന അനുസരിച്ചാ കാണിക്കുന്നത്. സോ യു നീഡ് ടു സബ്മിറ്റ് ബിക്കോസ് ഓഫ് ദ ഡിവോഷൻ ടു ദ ലോർഡ്. നിനക്ക് ദൈവത്തോട് പ്രിയമുണ്ടെങ്കിൽ, ദൈവത്തോട് ഭയഭക്തി ഉണ്ടെങ്കിൽ, നീ ദൈവത്തോട് തന്നെയല്ല, ദൈവത്തോട് ഭയഭക്തി ഉണ്ടെങ്കിൽ ദൈവം കൂട്ടിച്ചേർത്ത ആ ഭർത്താവിനെ കീഴ്പ്പെടുക എന്നുള്ള അതിന്റെ ഭാഗമായിട്ടാ. കർത്താവിനൊരു ആരാധനയാ, ഇല്ലേ? നമ്മൾ ദൈവത്തെ ആരാധിക്കുക, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുക ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് എ ഡിവോഷൻ ടു ദ ലോർഡ്. അത് നമുക്ക് വായിക്കാം. കൊലോഷ്യൻസ് 3:18 വായിക്കുന്നു, വൈഫ്സ് സബ്മിറ്റ് ടു യുവർ ഹസ്ബൻഡ്സ് ആസ് ഇസ് ഫിറ്റിംഗ് ഫോർ ദോസ് ഹു ബിലോങ് ടു ദ ലോർഡ്. കർത്താവിനുള്ളവർക്ക് ഇതാ യോജ്യം, ഇതാ അനുയോജ്യം. അനുയോജ്യമായിട്ടുള്ള കർത്താവിനുള്ളത് കാരണം ആ ആസ് ഇസ് ഫിറ്റിംഗ് ടു ദ ലോർഡ്, വൈഫ്സ് സബ്മിറ്റ് ടു യുവർ ഹസ്ബൻഡ്സ്. അടുത്തത് മൂന്നാമത്തെ കാര്യം. സോ ഇറ്റ് ഇസ് ഗോഡ്സ് ഡിസൈൻ, ഇറ്റ് ഇസ് എ വേ ഓഫ് ഡിവോഷൻ ടു ദ ലോർഡ്. മൂന്നാമത് എന്തുവാ? ഇറ്റ് ഷോസ് ഡിസ്റ്റിങ്ക്റ്റ് റോൾസ്. ഒരിക്കലും സബ്മിഷൻ എന്ന് പറയുന്ന ഒരാള് ഇൻഫീരിയറോ ഒരാളെ കട്ടി താഴ്ന്നതോ അതൊന്നും അല്ല. ഡിസ്റ്റിങ്ക്റ്റ് റോൾ.
വ്യത്യസ്തമായ റോൾസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കോംപ്ലിമെന്റ് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യാൻ വ്യത്യസ്തമായിട്ടുള്ള റോൾസ് ആണ്. കർത്താവിന്റെ സന്നിധിയിൽ എല്ലാവരും ഈക്വല, ദൈവസന്നിധിയിൽ നമ്മളെല്ലാരും ഈക്വല. പക്ഷേ കുടുംബത്തിൽ നമുക്ക് വ്യത്യസ്ത റോളുകൾ ദൈവം തന്നിരിക്കുക. കാരണം കുടുംബം ഫങ്ഷൻ ചെയ്യണം, ആ റോൾസിലെ ഫങ്ഷൻ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ആ വ്യത്യസ്ത റോൾസിന് വേണ്ടി, അതിനുവേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. നമുക്കറിയാം പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം. നമുക്ക് ഇതെല്ലാം അറിയാവുന്ന, ഈ ഒരു ഡോക്ടറിന് അറിയാവുന്ന കാര്യമാണ്. ഇതിലെന്തുവാ? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എല്ലാം ഈക്വല. പക്ഷെ പിതാവിന് പുത്രൻ സബ്മിറ്റ് ചെയ്തിരിക്കുക. സോ ഇറ്റ് ഇസ് ആൻ ഇറ്റേണൽ സബോർഡിനേഷനാ. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് പിതാവിനെ കാട്ടി കുറഞ്ഞതാണൊന്നും അല്ല അർത്ഥം. ഇതേപോലെയാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന റോൾസ് ആണ് ഈ വൈഫും ഹസ്ബൻഡും. വൈഫിനോട് പറയുന്ന സബ്മിറ്റ് ചെയ്യാൻ, ബിക്കോസ് ഇറ്റ് ഇസ് ദാറ്റ് റോൾ, ഇറ്റ് ഇസ് ഡിസ്റ്റിങ്ക്ട് റോൾ. സോ നമ്മൾ എന്തിന് സബ്മിറ്റ് ചെയ്യണം? ബിക്കോസ് ഓഫ് ദ ഡിസ്റ്റിങ്ക്ട് റോൾ. സോ വൺസ് സബ്മിറ്റ് ചെയ്താൽ സബ്മിഷനിൽ വരുന്ന രണ്ട് കാര്യമാണ് റെസ്പെക്റ്റും ഒബീഡിയൻസും. സോ നമുക്ക് കാണുന്ന എഫിഷ്യൻസ് 5:33 പറയുന്നു റെസ്പെക്ട് ചെയ്യാൻ. 5:33 പറയുന്നു, ഐ സേ ഈച്ച് മാൻ മസ്റ്റ് ലവ് ഹിസ് വൈഫ് ആസ് ഹി ലവ്സ് ഹിംസെൽഫ് ആൻഡ് ദ വൈഫ് മസ്റ്റ് റെസ്പെക്ട് ഹെർ ഹസ്ബൻഡ്. റെസ്പെക്ട്, ബഹുമാനിക്കുക. ആമേൻ. ഞാൻ ചില ആന്റിമാരെ എല്ലാം കണ്ടിട്ടുണ്ട്, പൊതുവെ നിൽക്കുമ്പോൾ അച്ഛന്മാർക്കിട്ട് നല്ലൊരു താങ്ങം കൊടുക്കും. പക്ഷെ അത് അവരെ ഏറ്റവും ഹേർട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും. റെസ്പെക്ട് ചെയ്യാതിരിക്കുന്നത്, റെസ്പെക്ട് ചെയ്യാതിരിക്കുന്നത്. നമ്മൾ നൈസ് തക്കം നോക്കി ഒരു തമാശയൊക്കെ അടിക്കുന്നതായിരിക്കും. പക്ഷെ ദൈവവചനം പറയുന്നത് തന്നെ ബഹുമാനിക്കണം, തന്നെ റെസ്പെക്ട് ചെയ്യണം. ആമേൻ. ഇതാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രൈമറി റോൾ. ഞാനിത് പറയാൻ കാരണം, ഈ ഭവനത്തെ പണിയുന്നതിന്റെ ഒരു ആദ്യ പടിയാ. നമുക്ക് എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ അത് മനസ്സിലാകും. 5-ാം അധ്യായം ആത്മനിറവിനെ കുറിച്ചും അതിന്റെ ഫലങ്ങളെ കുറിച്ചും പറഞ്ഞു വരുമ്പോൾ അതിന്റെ 22 മുതൽ ഭാര്യയോട് പറയുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് 6-ാം അധ്യായത്തിൽ വരുമ്പോൾ, പിന്നീട് 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത് കുഞ്ഞുങ്ങളോടുള്ള ചിൽഡ്രൻ ഒബേ യുവർ പേരൻസ്. സോ ബേസ് എന്തുവാ? നമ്മുടെ ഗോഡ്ലി മാരേജസ്, അതായത് നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധം ആ കർത്താവിനെന്നവണ്ണം ആയാലേ അത് ഒരു ബേസ് ആകത്തുള്ളൂ. കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ, അവരെ ദൈവത്തിന്റെ ഉപദേശത്തിൽ വളർത്തുവാൻ. ഹല്ലേലൂയ. സോ ഇത് രണ്ടും കണക്റ്റഡാ. നമ്മുടെ കുടുംബജീവിതം ഒരു മാതൃക ആയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും, കാരണം കുഞ്ഞുങ്ങൾ നമ്മുടെ വാക്കല്ല, അവർ നമ്മുടെ പ്രവൃത്തിയാ കാണുന്നേ. കുഞ്ഞുങ്ങൾ നമ്മുടെ വാക്കിനെക്കാട്ടി അവർ നമ്മുടെ പ്രവൃത്തി, നമ്മളുടെ ജീവിതവും കാണുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതം ഏറ്റവും പ്രധാനമേറിയ ദൗത്യങ്ങൾ ചെയ്യുവാനുള്ള ആദ്യ പടിയാണ്.